ഏവർക്കും സ്വാഗതം, വണക്കം, നമസ്കാരം. ഈ വീഡിയോയിൽ സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസായ മുഹമ്മദ് ബിൻ സൽമാൻ, ഞാൻ അദ്ദേഹത്തെ MBS എന്ന് മാത്രമേ ഇനി അങ്ങോട്ട് പരാമർശിക്കുകയുള്ളൂ, അത് സൗകര്യാർത്ഥം മാത്രം. അദ്ദേഹം ഈ അടുത്തയിടെ ഈജിപ്റ്റ് സന്ദർശിച്ചപ്പോൾ അതിൻ്റെ തലസ്ഥാനമായ കൈറോയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിഖ്യാതമേറിയ അൽ ഹദീദ് കോപ്റ്റിക് ചർച്ച്, ആവർത്തിക്കുന്നു, അൽ ഹദീദ് കോപ്റ്റിക് ചർച്ച് സന്ദർശിച്ച സംഭവം ഇന്ന് ലോകത്ത് എമ്പാടും വളരെയധികം പരാമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങൾക്കേവർക്കും ഇതിൽ അതീവ താല്പര്യമുണ്ടായിരിക്കും എന്നതുകൊണ്ട് ഏവരുമായി പങ്കിടുവാൻ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുകയാണ്. എന്നാൽ അത് പരാമർശിക്കുന്നതിന് മുൻപ് 2017 നടന്ന ഒരു സംഭവം വളരെ ഹ്രസ്വമായി ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഉത്തമം. 2017 ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ മാസത്തിൽ ലണ്ടനിൽ, UK തലസ്ഥാന ലണ്ടനിൽ ക്രിസ്റ്റീസ് ഓപ്ഷൻ, അവിടെ ഐതിഹാസികമായ ഒരു ലേലം നടന്നു. അന്നിതുവരെ സ്ഥിതി ചെയ്തിരുന്ന എല്ലാ റെക്കോർഡുകളെയും തകർത്തുകൊണ്ട് ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒരു പടം, ആ പടത്തിൻ്റെ പേര് സാൽവേറ്റോർ മണ്ടി, അർത്ഥം സേവിയർ ഓഫ് ദ വേൾഡ്, ലോകരക്ഷകൻ. അത് യേശുവിൻ്റെ പടമാണ്. ആ പടം ലേലത്തിന് പോയത് $450 മില്യൺ, ഏതാണ്ട് 4000 കോടി രൂപയ്ക്കാണ് ഒരു പടത്തിന്. ഇതിനു മുൻപ് ഒരിക്കലും ഒരു പടവും ഇത്ര വലിയ തുകയ്ക്ക് ലേലം പോയിട്ടില്ല എന്നത് ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാം. ഇതാരാണ് ഈ പടം വാങ്ങിച്ചത് എന്ന് അറിയുവാൻ ഏവർക്കും താല്പര്യമുണ്ടായിരുന്നത് സ്വാഭാവികമാണ്. ഏറെ താമസിയാതെ അതിൻ്റെ സത്യം വെളിയിൽ വന്നു. അത് വാങ്ങിച്ചത് MBS ആണ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി അല്ലാത്ത ഒരു ക്രൗൺ പ്രിൻസ് ഇത്രമാത്രം വില കൊടുത്ത് ക്രിസ്തുവിൻ്റെ പടം വാങ്ങിച്ചത് എന്നൊരു ചിന്ത പലർക്കും കൗതുകമുള്ളതായി തോന്നി. അതിനെപ്പറ്റി ഇപ്പോഴും പല വിധത്തിലുള്ള പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ, ഈ ഒരു സംഭവത്തെ നിങ്ങളോടൊപ്പം ചേർന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ക്രൗൺ പ്രിൻസ് തൻ്റെ ഔദ്യോഗിക വിസിറ്റ് സൗദി അറേബ്യയും ഈജിപ്തും തമ്മിലുള്ള ബന്ധം കുറേ കൂടെ സുദൃഢമാക്കുന്നതിനും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് കൂടുതൽ അർത്ഥം പകരുന്നതിനും ഈജിപ്തിൻ്റെ വളർച്ചയിൽ, വികസനത്തിൽ കാര്യമായ സംഭാവന ചെയ്യുവാനുള്ള താല്പര്യത്തിൽ MBS കൈറോ സന്ദർശിച്ചു. അത് 3 ദിവസം നീണ്ടുനിന്ന വിസിറ്റായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന അൽ ഹദീദ് കോപ്റ്റിക് ചർച്ച് വളരെ പുരാതനമായ സഭയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈജിപ്ഷ്യൻ കോപ്റ്റിക് ചർച്ച് വളരെ പെരുപ്പമില്ലാത്ത ഒരു സഭയാണ്. അദ്ദേഹം സന്ദർശിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ സന്ദർശിച്ചത് എന്നതിനെപ്പറ്റി പല പരാമർശങ്ങളും ഉണ്ടെങ്കിലും ഞാനതിനെ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ മുഹമ്മദ് ബിൻ സൽമാന് അറിയാം, അദ്ദേഹത്തിൻ്റെ ആരാധ്യ പുരുഷനായ, വഴികാട്ടിയായ മുഹമ്മദ് നബി തിരുമേനി ഒരു യുവാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആധ്യാത്മികമായ എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാകുന്നതിന് മുൻപ് അദ്ദേഹം കച്ചവടം സംബന്ധമായി സഞ്ചാരവേളയിൽ അദ്ദേഹം സിറിയയുടെ തലസ്ഥാനത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ സാധാരണ വസിച്ചുകൊണ്ടിരുന്നൊരു കോപ്റ്റിക് സഭയിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലായിരുന്നു. അവർ നബി തിരുമേനിയോട് യേശുവിൻ്റെ കാര്യങ്ങളൊക്കെ
പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം ഇതിനകത്തുണ്ട്. ഇതധികം പരാമർശിക്കാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഏതായാലും അതങ്ങനെ നിൽക്കട്ടെ. ആരും പ്രതീക്ഷിക്കാതെ MBS ഈ ആരാധന നടക്കുന്ന പള്ളിയിൽ കയറി വരികയും ഒരു സാധാരണ ആരാധകനെ പോലെ, വിശ്വാസിയെ പോലെ അവിടെ ജനങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധന തീരുന്നത് വരെ ഭയഭക്തിയോടെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ആരാധനയ്ക്ക് ശേഷം ആളുകളുമായി അദ്ദേഹം ഇൻറ്ററാക്റ്റ് ചെയ്തു. അത് സംബന്ധമായ വളരെ മനോഹരമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾ യൂട്യൂബിൽ പോയാൽ അനായാസം കാണുകയും ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാനും സാധിക്കും. ഞാനതിൻ്റെ ഒരു ഭാഗം മാത്രം 13 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയുടെ ഏതാണ്ട് 2-3 മിനിറ്റിൻ്റെ ഓഡിയോ മാത്രം നിങ്ങളെ കേൾപ്പിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുക. It was a moment of profound connection. He stood silently with bowed head, letting the music wash over him. The hymn continued, growing louder and more powerful with each verse. Some members of the congregation closed their eyes, tears streaming down their faces. Others held hands, their expressions a mixture of sorrow and hope. When the final notes of the hymn faded into silence, the room remained still as though no one dared to break the spell. It was a moment that would stay with everyone present for the rest of their lives, a moment of pure, unfiltered humanity. As the service came to an end, the congregation began to rise slowly, as if they were all reluctant to leave the sacred space. MBS remained seated for a moment longer, his gaze fixed on the flickering candles at the altar. It was then, "Okay," this person asked, "tell us that brain trick again, the one that helped your mother with her memory." And that a small figure appeared at the edge of his vision. That same young boy, not older than 10, approached hesitantly, clutching a small bouquet of white flowers. The congregation watched in silence as he made his way to the Crown Prince. MBS turned to the boy with soft expressions on his face and knelt to meet him at eye level. The boy extended the flowers with trembling hands, his voice barely audible as he said, "These are for you." The Crown Prince accepted the bouquet with a warm smile. "Thank you," he said softly with a voice filled with genuine gratitude. The boy hesitated for a moment, then added, "You're brave." MBS's smile faltered, his eyes glistening with emotion. He reached out and placed a hand on the boy's shoulder. "No," he replied gently. "It's you who's brave. Never forget that." Although it was a brief exchange between an ordinary young boy and a global leader, it carried a depth of meaning that words could barely convey. For the boy, it was a moment of courage and connection. For MBS, it was a reminder of the strength that lies in vulnerability and the power of even the smallest gestures to inspire. Despite its huge significance, this extraordinary congregation at Cairo's Al Hadid Church never made global headlines. That was a deliberate decision. ഞാൻ ഈ വീഡിയോ അവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളതിൻ്റെ പൂർണ്ണരൂപം കാണും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇത് എൻ്റെ മനസ്സിൽ ഉണർത്തുന്ന ചിന്തകൾ എന്താണ്? ആദ്യമായി എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് ഈ സംഭവത്തിന് 2000 വർഷങ്ങൾക്ക് മുൻപ് ശമര്യക്കാരുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. അവിടെയും ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു മനുഷ്യൻ കടന്നു ചെല്ലുന്നുണ്ട്. അതൊരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്നതിന് വേണ്ടി കടന്നു വന്നതാണ്. അവൻ്റെ പേര് യേശു എന്നാണ്. ഞാൻ MBSനെയും യേശുവിനെയും ഒരേ തട്ടിൽ വെക്കാനുള്ള ശ്രമത്തിലല്ല. എനിക്ക് ഏവരോടും പറയാനുള്ളത്, നാം നമ്മുടെ ജീവിതം ഒട്ടുമുക്കാലും മറ്റുള്ളവർ വരച്ചിട്ടുള്ള വരകൾക്കുള്ളിലും മറ്റുള്ളവർ പടുത്തുയർത്തിയ ഭിത്തികൾക്കുള്ളിലും കഴിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വീതിയും നീളവും നാമല്ല, മറ്റുള്ളവരാണ് നിശ്ചയിക്കുന്നത്. നാം എവിടെ പോകണമെന്നും എവിടെ വരണമെന്നും എവിടെ നിൽക്കണമെന്നും എവിടെ ഇരിക്കണമെന്നും ഇവിടെ പോയിക്കൂടാ എന്നും ആരൊക്കെ കണ്ടുകൂടാ എന്നും ആരെയൊക്കെ തള്ളിക്കളയണമെന്നും ഒക്കെ നിശ്ചയിക്കുന്നത് നാമല്ല, മറ്റുള്ളവരാണ്.
നാം അതിനനുസരിച്ച് തുള്ളുന്നു എന്ന് മാത്രം. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യനിർമ്മിതമായ വിലങ്ങുകൾക്കപ്പുറത്ത് ദൈവം മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പരിശുദ്ധ ലോകമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് വളരെ ധന്യമായ ഒരവസ്ഥയിലേക്ക് നമ്മെ വഴി നടത്തും എന്നതിൻ്റെ വിശ്വാസവും അനുഭവവുമാണ്. ക്രൗൺ പ്രിൻസ് ആയിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ കോപ്റ്റിക്സ് പള്ളിയിൽ വന്ന് ആരെയും ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രേരണയുണ്ട്. ആ പ്രേരണ കൊണ്ട് അദ്ദേഹം ഉടനെ ക്രിസ്ത്യാനിയാകുമെന്ന് ആരും വിചാരിക്കരുത്. അദ്ദേഹം ക്രിസ്ത്യാനി ആകരുത് എന്നാണ് എൻ്റെ താല്പര്യം. കാരണം സത്യമായി നിങ്ങളോട് പറയുന്നു, ഒരു മതവും മറ്റൊരു മതത്തേക്കാൾ മേന്മയുള്ളതല്ല. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്നത്, ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, ഫ്രം ദ ഫ്രൈങ് പാൻ ഇൻ ടു ദ ഫയർ. എല്ലാ മത സംവിധാനങ്ങളും മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്. മതങ്ങൾ മനുഷ്യൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ദൈവങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. യഥാർത്ഥത്തിൽ ദൈവം എന്ന ഒരു പ്രതിഭാസമുണ്ടായെങ്കിൽ അതും മതങ്ങൾ വെച്ച് ക്രയവിക്രയം നടത്തുന്ന അനേക ദൈവങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. അത് ക്രിസ്തുമതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ. മനുഷ്യനെ അടിമയാക്കാനായി അതുകൊണ്ട് കൊളലാഭം ഉണ്ടാക്കുവാൻ താല്പര്യമുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന സാങ്കല്പികമായ ധാരണകളാണ് മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ദൈവങ്ങൾ. ഇതിൽ സത്യം അല്പം പോലുമില്ല എന്ന് എപ്പോൾ മനുഷ്യർ തിരിച്ചറിയുന്നു അപ്പോൾ അവർ സ്വതന്ത്രരാകും. അല്ലെങ്കിൽ നാം മതത്തിൻ്റെ അടിമകളായി നിന്ന് പട്ടുപോകും. നമുക്ക് ലഭിച്ചിട്ടുള്ള ജീവിതവും ജീവനും മനുഷ്യത്വവും വ്യക്തിത്വവും എല്ലാം നശിച്ചു പോകും. ഇത് ദുഃഖമേറിയ ഒരു സാധ്യതയാണ്. അതുകൊണ്ട് ഞാനത് പരാമർശിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അസൂയാവഹമായ സ്ഥാനം വഹിക്കുന്ന MBSന് അങ്ങനെ കോപ്റ്റിക് പള്ളിയിൽ വന്ന് ആരാധനയിൽ പങ്കെടുത്തിട്ട് ആരെയും ഇംപ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചലിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം അദ്ദേഹത്തിന് വഴികാട്ടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോപ്റ്റിക് സഭയിൽ വന്നെങ്കിൽ മാത്രമേ വെളിച്ചം കണ്ടെത്തൂ എന്ന് ഞാൻ പറയുന്നില്ല, എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. സഭയിലാണ് അല്ലെങ്കിൽ ആരാധനാമധ്യത്തിൽ മാത്രമാണ് ദൈവം സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ അല്പം പോലും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം കടന്നു വന്ന വഴിയിലുടനീളം ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ശ്വസിക്കുമ്പോഴും ഞാൻ ശ്വസിക്കാതിരിക്കുമ്പോഴും, ഞാൻ അധ്വാനിക്കുമ്പോഴും ഞാൻ വിശ്രമിക്കുമ്പോഴും, ഞാൻ ഉയരുമ്പോഴും ഞാൻ താഴുമ്പോഴും എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. അല്ലെങ്കിൽ വേറൊരു ദൈവമില്ല. ഇതാണ് എൻ്റെ വിശ്വാസം. ആ ദൈവത്തെ ചില ആളുകൾ അവരുടെ സ്വകാര്യ സ്വത്തായി വെക്കുകയും സ്വകാര്യ സ്വത്തിനെ ഇഷ്ടം പോലെ വിപണിയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന നികൃഷ്ടമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഞാനതിനെപ്പറ്റി കൂടുതലായി പറയുന്നില്ല. നിങ്ങൾ ഏതെല്ലാം അവസരത്തിൽ മനുഷ്യ നിർമ്മിച്ചു വച്ച കൃത്രിമമായ ഈ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തിന് വിരുദ്ധമായി സ്ഥിതി ചെയ്യുന്ന അതിർവരമ്പുകളെ മുറിച്ച് കവച്ചു വയ്ക്കുന്നുവോ ആ സമയത്ത് മാത്രമേ നിങ്ങളുടെ ആത്മീകമായ സ്വാതന്ത്ര്യത്തിൻ്റെ രുചി എന്ത് എന്ന് നിങ്ങൾക്കറിയുവാൻ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നാം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ ചെയ്തത് മനുഷ്യ ദൈവത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ മേഖലയിൽ പടുത്തുയർത്തിയ എല്ലാ കോട്ടകളെയും യേശു അതിജീവിച്ചു, മറികടന്നു, അപ്പുറത്തേക്ക് പോയി എന്നതാണ്. പക്ഷേ ഇന്നത്തെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഭ, ക്രിസ്തു വിശ്വാസ സമൂഹം മുഴുവനും പോട്ടെ, അവൻ്റെ സഭ അതിൽ അള്ളിപ്പിടിക്കുക മാത്രം. ഓരോ സഭയിലും അതിൽ പിറന്നു വരുന്ന കുഞ്ഞുങ്ങളെ മാമോദീസ തൊട്ട് മരണം വരെ പഠിപ്പിക്കുന്നത് ഒരു നല്ല മാർത്തവാക്കാരനാകാൻ എന്ത് ചെയ്യണം, ഒരു നല്ല CSIക്കാരനാണെങ്കിൽ എന്ത് ചെയ്യണം,
ഒരു നല്ല ഓർത്തഡോക്സോ ജേക്കബൈറ്റോ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നല്ല കത്തോലിക്കനാണെങ്കിൽ, ഒരു നല്ല പെന്തക്കോസ്തുകാരനാകണമെങ്കിൽ അതേ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ അനുയായിയായി തീരാൻ ആരെയും പഠിപ്പിക്കുന്നില്ല. മനുഷ്യത്വമുള്ളവരായി വളരണമെന്ന് ആരെയും പഠിപ്പിക്കുന്നില്ല. വേണ്ട, സാധാരണ ധാർമ്മിക ബോധം നമ്മളിൽ വളർത്തിയെടുക്കണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ഓരോരുത്തരും അവരുടെ സഭയ്ക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് എന്ന് മാത്രം തൽക്കാലം ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ നമ്മെ പ്രത്യേകമായി ചിന്തിപ്പിക്കേണ്ടതാണ്. നമുക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ടെങ്കിൽ പിന്നെ മതഭ്രാന്ത് കൂടുമ്പോൾ നമ്മുടെ ചിന്താശക്തി പാടെ നശിച്ചു പോകും എന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാനത് മുൻപ് പരാമർശിച്ചിട്ടുള്ളത് ആകയാൽ ഞാനത് കൂടുതൽ ആവർത്തിക്കുന്നില്ല. ഇത് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ സമൂഹവും മുസ്ലിം സമൂഹവും പരസ്പരം ശത്രുതയിലേക്ക് പ്രവേശിക്കേണ്ടതിന് അവരെ ഏതെല്ലാം വിധത്തിൽ സഹായിക്കാമോ, ഏതെല്ലാം വിധത്തിൽ അവരുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തിവെക്കാമോ, അതിനുവേണ്ടി വളരെ കാര്യക്ഷമമായ സാമർഥ്യത്തോടെ പ്രവർത്തിക്കുന്ന മത നേതൃത്വം ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. അതോർത്ത് ഞാൻ ദുഃഖിക്കുന്നു, ലജ്ജിക്കുന്നു. കുറഞ്ഞ പക്ഷം മുഹമ്മദ് ബിൻ സൽമാൻ കാണിച്ച ഈ വിശാലത, അദ്ദേഹം ആരാണ്? ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കാവൽ സൂക്ഷിപ്പുകാരനാണ്. ഈസ് എ കസ്റ്റോഡിയൻ. ദ സൗദ് ഫാമിലി ഈസ് എ കസ്റ്റോഡിയൻ ഓഫ് ഇസ്ലാമിക് ഹോളിയസ്റ്റ് ഓഫ് റൈറ്റ്സ്, മെക്ക മദീന. അതിൻ്റെ കസ്റ്റോഡിയൻസാണ്. അങ്ങനെയൊരു വ്യക്തി ഈജിപ്തിലെ കൈറോയിലൊരു കോപ്റ്റിക് സഭയിൽ വന്ന് ആരാധിക്കുന്നത് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് സന്തോഷമാണ്. എന്നാൽ അതേസമയം തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ കേരളത്തിൽ കീരിയും പാമ്പും പോലെ ആക്കി തീർക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ മൗഢ്യവും നമ്മുടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പം ബിഷപ്പന്മാരും ചില പുരോഹിതന്മാരും ഈ രണ്ട് സമൂഹങ്ങളുടെ മധ്യത്തിൽ വിഷവിത്ത് വിതയ്ക്കുവാനായി തത്രപ്പെടുമ്പോൾ, അതുപോലെ തന്നെ ഐമേനികളുടെ ഇടയിൽ രണ്ട് കൂട്ടർ പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്ന് രാഷ്ട്രീയക്കാരാണ്, മറ്റേത് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്നും പറഞ്ഞൊരു കൂട്ടമുണ്ട്. രാഷ്ട്രീയക്കാർ ക്രിസംഗികളെന്ന് പറയും. ക്രിസംഗികൾ അതായത് സംഘപരിവാറിൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഊന്നുവടി കടം വാങ്ങിച്ച് അവർ നിൽക്കുന്നത് പോലെ, നടക്കുന്നത് പോലെ, ഇരിക്കുന്നത് പോലെ, ചിരിക്കുന്നത് പോലെ, ഉരുളുന്നത് പോലെ, അവർ പറയുന്നത് പോലെ, തത്ത പോലെ പറയുന്നതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് ചിന്തിക്കുന്ന വിവരദോഷികളായ ആളുകൾ. അവർക്ക് രാഷ്ട്രീയമായ അല്പം മജ്ജയും മാംസവുമുണ്ട് എന്ന് പറഞ്ഞ് അക്രമത്തിനും മറ്റുള്ളവരെ അപമാനിക്കുന്നതിനും താറെടുത്ത് ഇറങ്ങിയിരിക്കുന്ന ചില നല്ല ക്രിസ്ത്യാനികൾ. അവർക്ക് സഭയുടെ അനുഗ്രഹമുണ്ട്, പേട്രണേജ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അപകടകാരികളാണ് യേശുവിൻ്റെ മാർഗത്തെ അല്ല, ക്രിസ്തു സഭകളെ മുസ്ലിങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അക്രമത്തിൽ നിന്ന്, ബൗദ്ധികമായ അക്രമത്തിൽ നിന്ന്, അവരുടെ പ്രചരണത്തിൽ നിന്ന്, പ്രോപ്പഗാൻഡയിൽ നിന്ന് രക്ഷിക്കാനായി വലിയ വലിയ തത്രപ്പാടോടുകൂടെ, തയ്യാറെടുപ്പോടുകൂടെ ഇറങ്ങിയിരിക്കുന്ന ചില ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സുകാരുണ്ട്. അവരുടെ ഏറ്റവും വലിയ സാമർഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഖുറാനിലെ വേണ്ടാതീനങ്ങൾ കണ്ടുപിടിക്കുക, നബി തിരുമേനിയുടെ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ കണ്ടുപിടിക്കുക, ഇസ്ലാം മതത്തേക്കാൾ ക്രിസ്തു മതത്തിന് എന്ത് മേന്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ അപേക്ഷിച്ച് ഇസ്ലാം മതത്തിന് എന്തെല്ലാം തിന്മയുണ്ട് എന്ന് മാത്രം. ഗട്ടർ ഇൻസ്പെക്ടേഴ്സ്, അവരുടെയും ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ രണ്ട് ജന കൂട്ടങ്ങൾ തമ്മിൽ, വിശ്വാസ സമൂഹങ്ങൾ തമ്മിൽ എന്തെല്ലാം വിള്ളലുണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ വളരെ തരം താണ പരിപാടികളാണ്. വെരി ചീപ്പ് അജൻഡാസ്. മനുഷ്യൻ്റെ മാഹാത്മ്യം പലപ്പോഴും അത് സ്വയം ഒന്ന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ശ്വാസം മുട്ടാറുണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മാഹാത്മ്യത്തിൻ്റെ വെളിച്ചം ഒരു നേരിയ തോതിലെങ്കിലും സ്ഥിതി ചെയ്യുന്നുണ്ട്.
എന്നാൽ അതിനെ മനഃപൂർവ്വം നിരാകരിച്ചുകൊണ്ട് ഏറ്റവും ഹീനമായ വിധത്തിൽ മനുഷ്യ മനസ്സാക്ഷിയെ കൊഞ്ഞനം കാണിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള അല്പത്തരത്തിൻ്റെ പണികൾ ചെയ്ത് മഹാനായ ദൈവത്തെ മാനിക്കാം എന്ന് വിശ്വസിക്കുന്ന മൗഢ്യത്തിൻ്റെ രാജാക്കന്മാരായ ആളുകൾ അവർ വിശ്വാസത്തിൻ്റെയും വർഗീയമായ വീര്യത്തിൻ്റെയും പരിവേഷമണിഞ്ഞുകൊണ്ട് മാന്യതയുടെ വാഹനത്തിൽ നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നുണ്ട്. അവരൊക്കെ MBSൻ്റെ ഈ ഒരു സ്വാതന്ത്ര്യത്തെ കണ്ട് മനസ്സിലാക്കണം. അദ്ദേഹം ചെയ്തത് ചെറിയ കാര്യമൊന്നുമല്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ സർവ മനുഷ്യരാശിയോടുമുള്ളൊരു സാക്ഷ്യമാണ്. നിങ്ങളായിരിക്കുന്ന വർഗീയതയുടെ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വരുവാൻ ധൈര്യമുണ്ടോ, നട്ടലുണ്ടോ എന്നൊരു ചോദ്യം അതിലടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുൻപ് സൂചിപ്പിച്ച ഒരു അനുഭവം കൂടെ പറയാൻ നിർത്തട്ടെ. 1983 അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന സിയാ ഉൽ ഹക്ക് ഞാനന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പ്രത്യേകം താല്പര്യമുണ്ടായതുകൊണ്ടാണ് വന്നത്. എന്നാൽ വന്നപ്പോൾ അദ്ദേഹം വരുന്നു എന്നറിയിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിശ്ചയമായും കോളേജിൻ്റെ ചാപ്പൽ സന്ദർശിക്കണം. അന്ന് ഞാൻ ചാപ്പലിനാണ്. അപ്പം അദ്ദേഹത്തെ ചാപ്പലിൽ കൊണ്ടുപോയതും അവിടെ അദ്ദേഹത്തോട് സംവാദിച്ചതുമെല്ലാം ഞാനാണ്. അദ്ദേഹത്തിൻ്റെ സമീപനം കണ്ടപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി. വാസ്തവത്തിൽ പാകിസ്ഥാനെ ഒരു സെക്യുലർ റിപ്പബ്ലിക്കിൽ നിന്ന് ഒരു മതരാഷ്ട്രമാക്കി അധപ്പതിപ്പിച്ചത് സിയാൾവക്കാണ്. എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമൊന്നുമില്ല. എന്നാലും അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യം ചാപ്പലൊന്ന് വിസിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹനോട് പറഞ്ഞത് 1940 മുതൽ 42 വരെയാണ് അദ്ദേഹം കോളേജിൽ പഠിച്ചത്, സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ചത്. അപ്പോൾ അന്ന് ചാപ്പൽ പണിതിട്ടില്ല, ഒരു മുറിയിലാണ് ആരാധന. അത് സീനിയർ കോമ്പിനേഷൻ റൂം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എല്ലാ ഞായറാഴ്ചയും ഞാൻ ഈ മുറിയിൽ ആരാധനയ്ക്ക് പങ്കുചേരുമായിരുന്നു. പലപ്പോഴും സുവിശേഷം എന്നെക്കൊണ്ടാണ് വായിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടെ സന്തോഷത്തോടെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്നും ഞാൻ വളരെ ആവേശത്തോടുകൂടെ എൻ്റെ വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഐ വാസ് എൻ ആർഡൻറ്റ് മുസ്ലിം ഈവൻ ദെൻ എന്ന വാക്കുകളാണ് അത്. അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അല്പം മനുഷ്യൻ വളരണം. കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് ഇല്ലാതെ പോകുന്നത് ഈ വളർച്ചയാണ്. അല്പത്തരം ആഭരണമായി കൊണ്ടു നടക്കുന്ന ഒരു ക്രിസ്ത്യാനിയെപ്പറ്റി എനിക്ക് ലജ്ജയാണ്. ഇത് നാം തിരിച്ചറിയണം. നമ്മുടെ പാപ്പരത്വം നാം തിരിച്ചറിയണം. മറ്റുള്ളവരെ വെറുക്കുന്നതിലും അപമാനിക്കുന്നതിലും അവരുടെ പല്ലിൻ്റെ പോട് കുത്തുന്നതിലുമല്ല നമ്മുടെ നേട്ടം. ലോകത്തിലുള്ള എല്ലാ കോണുകളിലും മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ വെളിച്ചം പരക്കണം എന്നത് യേശുവിൻ്റെ അജണ്ടയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ ഒരു ഉദാത്തമായ ദൗത്യം ഒന്ന് പരിഗണിക്കാൻ പോലും ക്രിസ്ത്യാനി കൂട്ടാക്കുന്നില്ല എന്നത് അതീവ ദുഃഖത്തിന് കാരണമാണ്. ഇതെങ്കിലും ഒന്ന് ഓർക്കുവാൻ, നാം ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി തികച്ചും അനാശാസ്യമാണ് ഒന്ന് തിരിച്ചറിയുവാൻ. ഈ മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഈജിപ്തിലെ കെയ്റോയിലുള്ള അൽ ഹദീദ് കോപ്റ്റിക് ചർച്ചിൻ്റെ സന്ദർശനം, അവിടെ അദ്ദേഹം അനുഭവിച്ച ആത്മീകമായ അനുഭൂതികളുടെ വർണ്ണനകൾ. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പള്ളിയിലോ സഭയിലോ ഒതുങ്ങി നിൽക്കുന്ന ദൈവത്തെ ഞാൻ അറിയുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഒരു വിശ്വാസ സമൂഹത്തോട് ചേർന്നുകൊണ്ട് അവരുടെ ആരാധനാപരമായ സന്തോഷത്തിലും ആവേശത്തിലും പങ്കെടുക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും നമ്മൾ സാമൂഹ്യ ജീവികളായതുകൊണ്ട് അനുഭവിക്കാൻ സാധ്യമാകുന്ന ചില ആത്മീകമായ അനുഭൂതികളുണ്ട്. അതിൽ പങ്കെടുക്കുവാൻ ഇടയായപ്പോൾ അദ്ദേഹം അനുഭവിച്ച പ്രത്യേകമായ ആന്തരിക അവസ്ഥയുടെ മാഹാത്മ്യം അദ്ദേഹം തുറന്ന് സമ്മതിച്ചത്. അതെങ്കിലും പരിഗണിച്ച് കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ അല്പത്തരത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ പ്രത്യേകമായി ആവേശത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും
അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യും. അല്ല, ചെയ്യണം എന്ന അപേക്ഷയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ആമേൻ.